ബഹിരാകാശത്തേക്ക് എത്തുന്ന ആദ്യ മലയാളിയാകാൻ അനിൽ മേനൻ ഇന്ന് രാത്രി 8:17 ബഹിരാകാശ നിലയത്തിലേക്കുള്ള യാത്ര തിരിക്കും. റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ്കോസ്മോസിന്റെ സോയൂസ് MS-29 പേടകത്തിലാണ് യാത്ര. 8 മാസം ദൈർഘ്യമുള്ള യാത്രയിൽ റഷ്യക്കാരനായ പ്യോത്തർ ഡുബ്രോവ്, അന്ന കിക്കിന എന്നിവരും അനിലിനോടൊപ്പമുണ്ട്. ഇന്ത്യൻ അമേരിക്കൻ ഫിസിഷ്യനും എഞ്ചിനീയറും സൈനിക ഉദ്യോഗസ്ഥനുമാണ് 49-കാരനായ അനിൽ മേനൻ. വിനീത വേണുണ്ട് ഡെസ്കിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി. വിനീത വാദി മലയാളിയാണ്, അച്ഛൻ മലയാളിയാണ്, ഒറ്റപ്പാലത്തുകാരനാണ്, അമ്മ ഉക്രൈൻകാരിയാണ്. പക്ഷേ എങ്കിലും കേരള മണ്ണുമായിട്ട് അടുത്ത ബന്ധമുണ്ട്. നാസ സയന്റിസ്റ്റാണ്. ബഹിരാകാശ നിലയത്തിലെത്തുന്ന ഏകദേശം ഒരു മലയാളി എന്ന് നമുക്ക് പറയാവുന്നത് ഒരു പക്ഷേ അടുത്തത് പ്രശാന്ത് നായരാണ്. അടുത്തതായിട്ട് വരാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും അഭിമാനം നൽകുന്ന ഒരു യാത്രയ്ക്കാണ് തയ്യാറെടുക്കുന്നത്. 8:17 സോയൂസ് MS-29 പേടകത്തിൽ യാത്ര തിരിക്കാൻ പോകുന്നത്. എത്രമാത്രം ചരിത്ര പ്രാധാന്യമുണ്ട് ഈ യാത്രയ്ക്ക്, വിനീത വേണു? ഡോക്ടർ വെരി ഗുഡ് മോർണിംഗ്. ഞങ്ങളുടെ ഒറ്റപ്പാലത്തുകാരൻ ഏതായാലും ബഹിരാകാശത്തേക്ക് പോവുകയാണ്. മലയാളികളിൽ ഓരോരുത്തരും അത് ആഹ്ലാദിക്കുന്ന പോലെ ഒറ്റപ്പാലത്തുകാർക്ക് പ്രത്യേക സന്തോഷമുണ്ട്. അദ്ദേഹത്തിന്റെ പിതാവാണ് ഒറ്റപ്പാലത്തുകാരൻ. ഏതായാലും ചന്ദ്രനിൽ ചായക്കടയിട്ടാൽ അവിടെയും മലയാളി ഉണ്ടാകുമെന്ന് പറയുന്നത് പോലെ ഇതാ ബഹിരാകാശത്തേക്ക് ഒരു മലയാളി കാൽപാദം പതിയാൻ പോകുന്നതാണ്. നാസയുടെ ആസ്ട്രോണറ്റായ അനിൽ മേനോൻ ഇന്ന് രാത്രി 7:17 അനിൽ മേനോനും സംഘവും യാത്ര തിരിക്കുന്നത്. എക്സ്പെഡിഷൻ 75ന്റെ ഭാഗമായാണ് ബഹിരാകാശ നിലയത്തിലേക്കുള്ള യാത്ര. ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷണങ്ങളും സാങ്കേതിക ഗവേഷണങ്ങളും അടക്കം 8 മാസത്തോളം അവിടെ തുടരുമെന്നാണ് അറിയുന്നത്. റഷ്യയുടെ സോയൂസ് 2.1A റോക്കറ്റിലാണ് സോയൂസ് MS-29 ബഹിരാകാശ പേടകത്തിന്റെ വിക്ഷേപണം. ഇത് കസാക്കിസ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രോമിൽ നിന്നാണ് വിക്ഷേപണം എന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. 49-കാരനായ മേനോൻ ഒപ്പം റഷ്യൻ ബഹിരാകാശ സഞ്ചാരികളായ പ്യോത്തർ ദുബ്രോവ്, അന്ന കിക്കിന എന്നിവരും ഈ ദൗത്യത്തിൽ പങ്കാളികളാവും. 8 മാസത്തോളം ദൗത്യം നീണ്ടു നിൽക്കുമെന്നാണ് ഇപ്പോൾ നാസ അറിയിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ഈ ബഹിരാകാശ നിലയത്തിലെ മെഡിക്കൽ സാഹചര്യങ്ങൾ പഠിക്കുന്ന കാര്യമായിരിക്കും അദ്ദേഹത്തിന് ഉണ്ടാവുക. അതായത് ബഹിരാകാശ നിലയത്തിലെ താമസത്തിനിടെ ദീർഘകാല ബഹിരാകാശ യാത്രകൾ നടത്തുന്ന മനുഷ്യ ശരീരത്തിനുണ്ടാക്കുന്ന വ്യതിയാനങ്ങൾ, അതേക്കുറിച്ചൊക്കെ വിവിധ പരീക്ഷണങ്ങൾ നടത്തും. മൈക്രോഗ്രാവിറ്റിയിലെ രക്തയോട്ടം, നാഡീവ്യൂഹങ്ങളുടെ ഘടന, രക്തത്തിലെ ഘടകങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം, ഒപ്പം ഈ ബഹിരാകാശ നിലയത്തിലെ കുടിവെള്ള സംവിധാനം ഉപയോഗിച്ച് IV ഫ്ലൂയിഡ് നിർമ്മിക്കാനുള്ള സാങ്കേതികവിദ്യ, അങ്ങനെ വിപ്ലവകരമായ ബഹിരാകാശ രംഗത്ത് തന്നെ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാവുന്ന പരീക്ഷണങ്ങൾ അദ്ദേഹം നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒറ്റപ്പാലംകാരനായ ശങ്കരമേനോന്റെ മകനാണ് ഡോക്ടർ അനിൽ മേനോൻ. അമ്മ യുക്രൈനിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയ എലിസബത്താണ്. US എയർഫോഴ്സിലെ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. ഹിമാലയൻ റെസ്ക്യൂ അസോസിയേഷനൊപ്പം ചേർന്ന് എവറസ്റ്റ് കൊടുമുടി കയറുന്നവർക്ക് വൈദ്യസഹായം നൽകുന്ന ടീമിന്റെ ഭാഗമായിരുന്നു. അങ്ങനെ 1 വർഷം ഇന്ത്യയിൽ അദ്ദേഹം ചെലവഴിക്കുകയും ചെയ്തിട്ടുണ്ട്.